ജൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഓട്സ് പുട്ടാണ്. ഓട്സ് നമുക്കറിയാം കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്കും പിന്നെ വെയിറ്റ് ലോസ് കുറയ്ക്കാനും തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു ധാന്യമാണ് ഈ ഓട്സ്. ഈ ഓട്സ് നമുക്ക് പലതരത്തിൽ കിട്ടാറുണ്ട്. പൊടിയായിട്ടുള്ള ഓട്സിനേക്കാൾ എപ്പോഴും നല്ലത് കുറച്ച് റോൾഡ് ഓട്സാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊടിയല്ല, ഇതുപോലത്തെ റോൾഡ് ഓട്സ് ആണ്. അപ്പോൾ ഇത് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു കപ്പ് എടുത്താൽ നമുക്ക് 2 പേർക്ക് കഴിക്കാനുള്ള പുട്ടുണ്ടാക്കാൻ പറ്റും. മെഷർമെൻറ്റ് പിന്നെ ഒരു കപ്പ് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി അത് തീരെ ചെറിയ തീയിലിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ചൂടാക്കുന്ന വെച്ചാൽ അത് നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ കയ്യെ ഒട്ടിപ്പിടിക്കാതിരിക്കും, അല്ലെങ്കിൽ കയ്യിൽ മുഴുവൻ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ചൂടാറുമ്പോൾ ഒന്ന് പൊടിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പൊട്ടിനാകുമ്പോൾ നമ്മൾ അധികം പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾക്കൊന്ന് കറക്കി എടുത്തുകൊണ്ടിരാം. അപ്പോൾ നിങ്ങൾ പലതരത്തിലും ഇങ്ങനെ ഓട്സ് പുട്ട് ഉണ്ടാക്കാറുണ്ടായിരിക്കും. ഇപ്പോൾ ഇതുപോലെ ഉണ്ടോ, ഇത്രയും തരിതിരിയായിട്ടിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെയൊന്ന് ഇല്ലെങ്കിൽ ചെയ്തിട്ടില്ല, ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ടോ ഇതുപോലെ തരിതരിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കതിനകത്ത് ഒരല്പം ഉപ്പ്, ഒരു 1/4 സ്പൂണ് എന്നൊക്കെ 1/4 ടീസ്പൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അതിന് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുമ്പോൾ അത് നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കും പോലെയല്ല, ഇത്തിരി ഒന്ന് കുഴഞ്ഞ് വേണം ഇരിക്കാനായിട്ട്. പക്ഷേ അളവ് വളരെ കുറച്ച് മതി. ഇവിടെ ഞാൻ 1/2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. പക്ഷേ 1/2 കപ്പൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി മാത്രം ചേർക്കുമ്പോൾ തന്നെ ഇത് കുഴഞ്ഞു വരും. ഇത് നോർമൽ വാട്ടറാണ്. അപ്പോൾ 1 കപ്പ് ഓട്സിന് 1/2 കപ്പ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. ഇനി അത് നമുക്ക് കുഴച്ച് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് കുഴഞ്ഞിരിക്കുന്നത്, ആ കയ്യിലൊന്നും ഒട്ടുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇത് ഇങ്ങനെ വറുത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്. അപ്പോൾ ഈ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്കതൊരു 10 മിനിറ്റ് നേരം, 5-10 മിനിറ്റ് നേരം ഒന്ന് ആ പാത്രത്തിൽ നിന്ന് മൂടി വയ്ക്കുക. ഒന്ന് ജസ്റ്റ് അതൊന്ന് നനഞ്ഞൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കുക. ഇത് നമുക്ക് എന്ത് കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലപോലെ തേങ്ങ ചേർത്താൽ മതി. കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പിന്നെ ചിലരൊക്കെ പഴമൊക്കെ കൂട്ടി കഴിക്കും, അല്ലെങ്കിൽ കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇതൊന്ന് ഉണ്ടോ അതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. കറക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സാധനം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 സ്പൂണ് റവ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ പൊടി തന്നെ ഒരു സ്പൂണ് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കറക്കുമ്പോൾ അതും കൂടി ഇട്ട് ആഡ് ചെയ്യുക. ഞാൻ റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ 1/4 സ്പൂണ്, 1/4 സ്പൂണ് മതി. എടുത്തിട്ട് നമുക്കറിയാമല്ലോ പുട്ടിൻ്റെ പൊടി നമ്മളിങ്ങനെ കറക്കിയെടുക്കാറുള്ളത്. കറക്കിയെടുത്തപ്പോൾ നോക്കി നല്ല ഒരു കട്ട പോലും ഇല്ല, നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് നല്ലപോലെ ആവി വരുത്തി എടുത്താൽ മതി. നമ്മൾ ഓട്സ് കൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അതൊക്കെ നമ്മൾ മടുക്കും. ഇത് നമ്മൾ ഒരിക്കലും മടുക്കില്ല കേട്ടോ. എത്ര കഴിച്ചാലും ഇതിന് ഒരു മടുപ്പും വരില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ആദ്യം നമ്മുടെ ഈ പുട്ടുമേക്കറില്ലേ, ചിരട്ടപ്പുട്ട് പോലത്തെ അതിലാണ് വെക്കുന്നത്. തേങ്ങ നല്ലപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കുന്നുണ്ട്. മുകളിലും കൂടെ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനൽ വളരാൻ എപ്പോഴും സഹായിക്കുന്നത്. അപ്പോൾ ഞാനിത് വെച്ച് കൊടുക്കാൻ പോകണം. നമ്മുടെ കുക്കറിൻ്റെ വാൽവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ആവി വന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ പുട്ട് വെന്ത് കിട്ടും. പിന്നെ ഞാനിത് നമ്മുടെ മുളങ്കുറ്റി പണ്ടൊക്കെ നമ്മുടെ ഞങ്ങളൊക്കെ ചെറുതായിരിക്കും ഇങ്ങനത്തെ മുളങ്കുറ്റിയിലാണ് പുട്ടുണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഇത് പുതിയ മോഡൽ മുളങ്കുറ്റിയാണ്. ഇങ്ങനെ കുക്കറിൽ വയ്ക്കാൻ പാകത്തിന് ഒരു അടിയിലൊരു ഹോളൊക്കെ ഇട്ട് നല്ലതാണ് കേട്ടോ. വേഗം ആവി വരും. നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, മുളയൊക്കെ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിയതാണ്. ഇത് മൂടാനായിട്ടൊരു ചിരട്ടയുണ്ട്, അതും ഹോളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മുളങ്കുറ്റിയിലുണ്ടാക്കിയ പുട്ടിന്. അപ്പം അത് നല്ലപോലെ ആവി വരുന്നുണ്ട്.
ആവി വന്ന ശേഷം നമ്മളെപ്പോഴും ഈ പുട്ട് ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് വേണം കേട്ടോ കുത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് അതിൻ്റെ ചൂടൊന്ന് പതുക്കെ കുറഞ്ഞിട്ട് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കണ്ടോ, ഇതിനകത്തുണ്ടാക്കിയ പുട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം നമുക്ക്. ഇതാ നല്ല നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമ്മുടെ മുളങ്കുറ്റിയിലുള്ള പുട്ടും കൂടെ നമുക്കൊന്ന് ഇതിനകത്തേക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പറഞ്ഞല്ലോ, ഇത് നല്ലപോലെ ചൂടോടെ വെറുതെ കഴിച്ചാൽ മതി, ഒന്നും കറിയുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ കടലക്കറിയോ അല്ലെങ്കിൽ ചെറുപയറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് കൂട്ടി കഴിക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒരെണ്ണം വാങ്ങി വയ്ക്കണം. പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കും ഒക്കെ ഇത് വീട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.